തമിഴ് സിനിമയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദളപതി വിജയുടേത്. ഇപ്പോ ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്ന് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദളപതിയുടെ കരിയറിൽ ഇനി വരാൻ പോകുന്ന രണ്ട് പ്രധാന റൂട്ടുകളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇതിലൂടെ തന്നെ പുള്ളിയുടെ റൂട്ടും പ്രതീക്ഷകളും അടുത്തതായുള്ള പ്ലാനുകളും ക്ലിയർ ആണ്. അപ്പോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ദളപതിയുടെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ഒരു കാര്യത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യൂ എന്ന് ഒരുപാട് കമന്റ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോ തുടങ്ങാം. പറഞ്ഞു നിർത്തിയത് ദളപതിയുടെ റൂട്ടുകളെ കുറിച്ചാണ്. ഒന്ന്, പക്ക പൊളിറ്റിക്സ്. രണ്ട്, സിനിമ പൊളിറ്റിക്സും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി. ശരിക്കും പറഞ്ഞ ഫാൻസിനെ നമ്മളെ ഒരേപോലെ നെഞ്ചിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് ദളപതിയുടെ ആ രണ്ട് മാസ്റ്റർ പ്ലാനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പുള്ളിയെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും ചുറ്റിനും നടക്കുന്നതൊന്നും അറിയാത്ത ഒരാളാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം അങ്ങേരുടെ തന്ത്രമാണ്. മറ്റുള്ളവരെ പോലെ ഇത് പോയാൽ ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും പുള്ളിക്കില്ല. അത്രയ്ക്കും എന്തിന്, രാഷ്ട്രീയത്തെക്കാൾ ഡിമാൻഡുള്ള ഒരു ഫീൽഡ് പുള്ളിക്ക് വേറെ ഉണ്ട്. അത് അങ്ങേർക്കും നല്ലപോലെ അറിയാം. അതിനു വേണ്ടിയുള്ള ഒരു കിട്ടിയ ഊട്ടി എന്നൊരു കോൺസെപ്റ്റ് മാത്രമായിരുന്നു കരിയറിൻ പീക്കിൽ നിന്നും രാഷ്ട്രീയത്തിലെ ഊക്കിലേക്ക് പോയത്. അപ്പോ നമുക്ക് ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ദളപതിയുടെ പക്ക പൊളിറ്റിക്സിലേക്ക് വരാം. ഒരു പക്ഷേ വിജയ് വരാൻ പോകുന്ന ഇലക്ഷനിൽ വിജയിച്ച് മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ സിനിമയ്ക്ക് അവിടെ ഒരു പെർമനന്റ് ഫുൾ സ്റ്റോപ്പ് വീഴും. ഈ MGR പോലെ ഇനി സിനിമയില്ല, രാഷ്ട്രീയമാണ് ഇനി എന്ന് ഉറപ്പിച്ച് പുള്ളി ഒരു കംപ്ലീറ്റ് പൊളിറ്റിക്കൽ മോഡിലേക്ക് മാറും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വിഷമം തോന്നുമെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ സംഭവമായിട്ട് മാറും. കാര്യം MGRന് ശേഷം കമൽഹാസൻ, രജനീകാന്ത്, വിജയ്കാന്ത് അങ്ങനെ അവരവരുടെ പീക്ക് ടൈമിൽ ഇവരൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ടോപ്പിൽ കയറാൻ ഒരുപാട് പയറ്റിയെങ്കിലും ഒന്നും നടന്നില്ല. അവരൊക്കെ പണിയെടുത്ത് പരീക്ഷിച്ച് തോറ്റ പാതയിലൂടെയാണ് വിജയ് ഇപ്പോ കയറി പോകുന്നത്. അപ്പോ അങ്ങേരെങ്ങാണം ജയിച്ച് മുഖ്യമന്ത്രി എങ്ങാണം ആയിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. ഒരു മാസ് ഹീറോയിൽ നിന്ന് ഒരു മാസ് ലീഡർ ആവും. ഈ സിനിമയെ വെല്ലുന്നൊരു പരിപാടിയായിരിക്കും. അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഇലക്ഷനിൽ TVK ഭൂരിപക്ഷം നേടി ദളപതി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. പിന്നെ ഈ രാഷ്ട്രീയം അത് ഇത് അങ്ങനെ മൊത്തത്തിൽ അണ്ണൻ കൈവിട്ടു പോകും. പിന്നെ നോക്കണ്ട, ചാപ്റ്റർ അവിടെ ക്ലോസ്ഡ്. പിന്നെ പഴയ പാട്ടും പടവും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇനി TVK ഇലക്ഷൻ തോറ്റാൽ എന്ന് മാത്രമല്ല, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഒരു MLA മാത്രം ഒതുങ്ങിക്കഴിഞ്ഞാൽ ആക്ടർ വിജയ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വൻ ലോട്ടറിയാണ്, ബമ്പറാണ്. ഈ വരുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷനില് ദളപതിയുടെ തമിഴക വെട്രിക്കഴക പാർട്ടി ഭൂരിപക്ഷം നേടാതെ മുഖ്യമന്ത്രി കസേര തിരിച്ചു പോയാൽ ഉറപ്പായും പുള്ളി സിനിമയിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, വന്നിരിക്കും. പിന്നെ തിരിച്ചു വന്ന ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. പഴയതുപോലെ സിനിമയ്ക്ക് മാത്രമായിട്ട് ഒരു സ്ട്രെയിറ്റ് ഫോക്കസ് കൊടുക്കത്തില്ല എന്ന് മാത്രം. ഈ പവൻ കല്യാണിനൊക്കെ പോലെ അടുത്ത ഇലക്ഷനും ഇങ്ങനെ എയിം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സിനിമയും ഇങ്ങനെ ബാലൻസ് ചെയ്തു പോകും. ഇതിനു മുമ്പ് വർഷത്തിലൊരു വിജയ് സിനിമയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇനി ചിലപ്പോ നല്ല ഗ്യാപ്പിലായിരിക്കും ഒരു വിജയ് സിനിമ സംഭവിക്കുക. ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ സിനിമ ഇങ്ങനെ കൂടിക്കലരുമ്പോ നല്ല സിനിമകൾ സംഭവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചാൽ മാത്രമേ നല്ല സിനിമ കിട്ടൂ. ഈ രാഷ്ട്രീയ സിനിമയും കൂടെ ആകുമ്പോഴത്തേക്ക്, രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് പവൻ കല്യാൺ സിനിമയെ കണ്ടിട്ടില്ലേ? ഇപ്പൊ വരുന്ന പുള്ളിയുടെ സിനിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേണ്ടാത്ത രീതിയിൽ ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും. രാഷ്ട്രീയത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യും പോലെ ആവും. ഇപ്പൊ ഈ ജനനായകനൊക്കെ പോലെ. ഇനി വിജയ് സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, സിനിമകൾ ഇനി എങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇനി ദളപതി വിജയ് വരാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രി ആകണമെങ്കിൽ തന്നെ അതൊരു ചെറിയ കാര്യമല്ല. തമിഴ്നാട്ടിൽ മൊത്തം 234 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, അതായത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ തമിഴക വെട്രിക്കഴകം പാർട്ടി വിജയിച്ച് ഭൂരിപക്ഷം നേടിയാൽ മാത്രമേ ദളപതി വിജയ് മുഖ്യമന്ത്രിയാകൂ. ഇപ്പൊ വിജയ് നിൽക്കുന്ന മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അവിടെ TVK പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ വിജയ് MLA ആണ്. അത് ജയിക്കും, പുള്ളി MLA ആവും. അതുപോലെ തമിഴ്നാട്ടിൽ ബാക്കി 233 മണ്ഡലങ്ങളുണ്ട്. അവിടെയും TVK പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ദളപതി വിജയ് തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രിയാവും. എന്നാൽ ഇതൊട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എതിരെ നിൽക്കുന്നത് ഒരു വലിയ പാർട്ടിയാണ്. അതുപോലെ ഇപ്പൊ ഈ വിജയ്ക്ക് കിട്ടുന്ന പിന്തുണയും ക്രൗഡ് സപ്പോർട്ടും എല്ലാം ഒന്നും വോട്ടായിട്ട് മാറണമെന്ന് ഉറപ്പില്ല. ഈ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. സിനിമ ശരിയാണ്, സിനിമയും വിജയും ആൾക്കാരിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയം ഒരിക്കലും അങ്ങനല്ല. അതൊരുപാട് വേരുറച്ചതാ. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ അറിയാലോ. അതിനോട് ബീറ്റ് ചെയ്ത് ഭൂരിപക്ഷം നേടി വിജയിക്കുക എന്ന് പറയുന്നത് നല്ല ചാലഞ്ചിങ് ആണ്.
പിന്നെ ഇതിനെല്ലാം മറികടന്ന് ടി വി കെയുടെ കൊടിയെങ്ങാണം പറക്കുവാണെങ്കിൽ അത് ചരിത്രമാണ്, നല്ല ഇടിവെട്ടിയ ചരിത്രം. അങ്ങനെ സംഭവിച്ചാൽ തമിഴ്നാട് അങ്ങയുടെ കയ്യിൽ സേഫ് ആയിരിക്കും. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരും പോലെ പുള്ളി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ, അതായത് ഈ വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് വട്ടായി പോകും. എന്തായാലും അതൊക്കെ കണ്ട് തന്നെ അറിയണം. ഇനി പുള്ളി തോറ്റാലും സിനിമയിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു പൊതുവായ സംസാരമുണ്ട്. കാര്യം MLA ആവുമല്ലോ. അത് വെച്ച് ഇനി അടുത്ത ഇലക്ഷൻ വരെ പുള്ളി ഒരു പൊളിറ്റിക്കൽ മോഡിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ആ ഒരു രീതി. അപ്പൊ വിജയ് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഈ സിനാരിയോ മൊത്തത്തിൽ മാറും. പിന്നെ പുള്ളി സിനിമയും പൊളിറ്റിക്സും ഒരുമിച്ച് ബാലൻസ് ചെയ്യാനേ നോക്കൂ. കാര്യം ഇത് കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം മാത്രമേ അടുത്ത ഇലക്ഷൻ ഉള്ളൂ. അപ്പോ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അപ്പോഴേക്കും വോട്ടർമാരാവും. ഈ 2031 ആവുമ്പോഴേക്കും പുതിയ വോട്ടർമാരുടെ എണ്ണം കൂടുതലായി. അവരെ കയ്യിലെടുക്കണമെങ്കിൽ സിനിമ തന്നെ ഏറ്റവും നല്ല ആയുധം. ഇവിടെ സംഭവം ക്ലിയർ ആണ്. സിനിമ വഴി യൂത്ത് കണക്ട് ബിൽഡ് ചെയ്യുക, അതിലൂടെ വോട്ട് ബാങ്ക് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ദളപതി വിജയെ സംബന്ധിച്ച് ഒരു എന്റർടൈൻമെന്റ് മീഡിയം മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ടൂള് കൂടിയാണ്. അതുകൊണ്ട് ഇലക്ഷൻ പൊട്ടിയാൽ ദളപതി വിജയ് സിനിമയിലേക്ക് തിരിച്ചു വരും, വീണ്ടും സിനിമകൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പൊ തന്നെ ജനനായകൻ സിനിമ എടുത്താൽ പടം റിലീസ് ആവാതെ ആ പ്രൊഡ്യൂസറിന് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ഇനി ആ പടം ഇറങ്ങിയാലും അത് റിക്കവർ ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല. അപ്പോ ജനനായകനായിട്ട് കിട്ടിയ ഈ ആറ്റും പണിയും പടത്തിനുണ്ടായ നഷ്ടങ്ങളും കണക്കിലെടുത്ത് ദളപതി ഒരു പടം കൂടി കേവിനു വേണ്ടി ചെയ്യുമെന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു. അത് നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോ ഇതിനെല്ലാം പിന്നാലെ വിജയുടെ സോങ്സ്, മൂവീസ്, അങ്ങനെ എല്ലാത്തിനും വിലക്കുകളും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം പുള്ളിയെ നല്ല രീതിയിൽ മൂപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന ചില അപ്ഡേറ്റുകൾ അനുസരിച്ച് ഒരു വിജയ് പടം കൂടി വരാനുള്ള ഒരു സാധ്യത അവിടെ എവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ദളപതിയുടെ കാര്യം എടുത്താൽ പൊളിറ്റിക്സ് ഒരു സൈഡിൽ ഉണ്ടെങ്കിലും സിനിമയുടെ സൈഡിലും ഒരു എക്സൈറ്റിംഗ് പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇനി എല്ലാം എലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇനി പൊളിറ്റീഷ്യൻ വിജയ് വേണോ അതോ ആക്ടർ വിജയ് വേണോ എന്ന് മെയിൽ വരുന്ന എലക്ഷൻ റിസൾട്ട് തീരുമാനിക്കും. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? മുഖ്യമന്ത്രിയായി നാട് ഭരിക്കണോ അതോ നമ്മുടെ പഴയ ദളപതിയായിട്ട് സിനിമയിലേക്ക് തന്നെ വരണോ? ഇനി എന്റെ അഭിപ്രായമാണെങ്കിൽ ആസ് എ ഫാൻ ഞാൻ ആക്ടർ വിജയ് വേണമെന്നേ പറയൂ. കാര്യം വർഷത്തിലൊരു വിജയ് സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു ഓളം, പടം എങ്ങനെ ആയിക്കോട്ടെ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ആവേശം, ഫാൻ ഫൈറ്റ്, അങ്ങനെ അതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിരുന്നു. അതൊന്നും ഇനി ഇല്ല എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാ. ഇതെല്ലാം ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും. ഞാനായിരിക്കും പുള്ളി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേട്ടാ. കാര്യം പുള്ളി വെച്ച് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഞാനാ. അനൗൺസ്മെന്റ് തുടങ്ങി റിലീസ് വരെ ഞാൻ അർമാദിക്കും. അങ്ങനെ ഇനിയുള്ള അപ്ഡേറ്റിലും ഡീകോഡിങ്ങിലും ഒക്കെ ഒരുപാട് മിസ് ചെയ്യും. പിന്നെ രാഷ്ട്രബോധമുള്ള ഒരു പൗരനെന്ന നിലയ്ക്ക് കുറച്ച് ബോൾഡായിട്ട് ചിന്തിക്കുമ്പോൾ പുള്ളി ഒരു ലീഡറായിട്ടിരിക്കുന്നത് നല്ലതാണ്. ഒരു ഭരണാധികാരി ആവുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ആളെങ്ങനെ ആയിക്കോട്ടെ, അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. നമ്മളെല്ലാവരും അത്ര പുണ്യാളന്മാരൊന്നുമല്ലല്ലോ. പുള്ളി ഒരു ഭരണാധികാരി ആവുകയാണെങ്കിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് അതും അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. ഏത് മറ്റേതല്ല, ഒരു പൊളിറ്റീഷ്യൻ ആവുന്നത്. അപ്പോ എന്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. പിന്നെ അടുത്ത നമ്മുടെ കാര്യമാണ്, അതായത് കൺസിസ്റ്റൻസിയുടെ കാര്യം. സാഹചര്യമാണ് പ്രശ്നം. ഞാൻ മുടങ്ങാതെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വെച്ച് ലൈൻ കട്ടായി പോകും. ഞാൻ നിങ്ങളുടെ കമന്റ് കാണാറുണ്ട് കേട്ടോ. വീഡിയോ വരാത്തപ്പോഴും വീഡിയോ എവിടെ എന്നൊക്കെ ചോദിച്ച് ഡെയിലി ഒരുപാട് ഒരുപാട് കമന്റ് വരും. മുടങ്ങാതെ കമന്റ് ഇടുന്നു. അപ്പോ എന്താ പറയണ്ടേ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഇങ്ങനെ ഒന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി എപ്പോഴും പറയും പോലെ മുടങ്ങാതെ വീഡിയോ ഇടാൻ ശ്രമിക്കുമെന്നല്ല, ഞാൻ ശ്രമിച്ചിരിക്കും. അപ്പൊ ഓക്കെ ബൈ, നാളെ അടുത്ത വീഡിയോയിൽ കാണാം.